ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഇത് അന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. സ്വീറ്റ് കോൺ, അതാണിത്. എല്ലാവർക്കും അറിയാമെന്നറിയാം. അപ്പോൾ ഇതിന്ന് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ഫുഡായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് മസാലയൊക്കെ പുരട്ടിയിട്ട് ആവിയിലിങ്ങനെ വെന്തിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. സാധാരണ ഇത് വാങ്ങിക്കും, ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കും, കഴിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് മസാലയൊക്കെ തേച്ച് നോക്കാം. മസാല എന്ന് പറയാനൊന്നുമില്ല. നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇല്ല, മുളക് പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ, പിന്നെ ചെറുനാരങ്ങ നീരും. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അതെന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന്. അപ്പോൾ ഞാനിതിപ്പോൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല ഫ്രഷാണ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ലുക്കുണ്ട്, കഴിക്കാനും. ഇനി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മസാലപ്പൊടിയിലേക്ക് എന്തൊക്കെ വേണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മസാല ആക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അത് വിട്ടുപോകരുത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ആവി കൊള്ളിക്കാൻ വെക്കാം. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കൊള്ളിക്കാൻ വെക്കുന്നത്. ഇത് ഒരു 5-10 മിനിറ്റ് വെക്കേണ്ടി വരും. 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അപ്പോഴേക്കും കുക്കായോ നോക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ആക്കാനുള്ള മസാല നമുക്ക് എടുക്കാം. അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ എടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 മുറി ചെറുനാരങ്ങ. ഇത്രയും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് 1/2 മുറി ചെറുനാരങ്ങ ഞാനൊരു ഫോർക്കിൽ കുത്തി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെയാണ് ഇനി ഞാനത് ആ കോണിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. അപ്പോൾ കോണ് കുക്കായോന്ന് നോക്കി നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ആ സ്വീറ്റ് കോണിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതായിട്ടുണ്ട് കണ്ടിട്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയെന്ന് ശ്രദ്ധിക്കുക. ശരിക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ആവി കയറ്റണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും റോ ടേസ്റ്റ് ആയിരിക്കും, ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് അതേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് ഈ മസാലയൊക്കെ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിത് വീണ്ടും എൻ്റെ ഇഡ്ഡലി കുക്കറിലേക്ക് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ വീണ്ടും ആവി കയറ്റി എടുക്കുന്നുണ്ട്.
ഇതിൽ മസാല പിടിക്കാൻ കുറച്ച് കഷ്ടമാണ്. എന്നാലും നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ എല്ലാ സ്ഥലത്തേക്കും മസാല നല്ലപോലെ തേച്ച് കൊടുക്കണം. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല മുളക് പൊടീൻ്റെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് ആവി കയറിയപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. നല്ല ചൂടാണ്. അപ്പോൾ ചൂടൊന്ന് നല്ല ആറിയിട്ട് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞത് മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു, ഉപ്പൊക്കെ ഉണ്ട്, ഒക്കെ കറക്റ്റാന്ന് പറഞ്ഞു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.